വെല്ലുവിളി, അഖിൽ മാരാറിന്റെ വെല്ലുവിളി. ചേട്ടാ, നിങ്ങളിത് കാണുന്നില്ലേ? അഖിൽ മാരാർ യൂട്യൂബ് വീഡിയോ ഇടുന്നവരൊക്കെ പട്ടി പൂച്ച എന്നൊക്കെ പറയുന്നു. അഖിൽ മാരാരാണോ, അഖിൽ മാരാറിന്റെ ഫ്രണ്ട്സ് പറഞ്ഞു എന്നാണോ അഖിൽ മാരാർ പറഞ്ഞെന്നുള്ളതൊക്കെ ലൈവ് കണ്ടതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാണ് എനിക്ക് കുറേ പേര് അയച്ചു തന്നിട്ട്, ചേട്ടാ നിങ്ങൾ കാണുന്നില്ലെന്ന് ചോദിച്ചു. ഇവിടെ കണ്ടില്ല, സീരിയസ് ആയിട്ട്. ഞാൻ 2-3 ദിവസം നല്ല ബിസി ആയിരുന്നു. അപ്പോൾ കണ്ടന്റുകൾ തന്നെ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞാൻ അത്ര റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെ കുറച്ച് ഇറഗുലർ ആയിട്ടുള്ള ടൈമിങ്ങുകളിലാണ് ഞാനിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നാണൊന്ന് ഫ്രീ ആയി സെറ്റിൽ ആയത്. ഓക്കെ, അപ്പോൾ നേരെ ഈ അഖിൽ മാരാറിന്റെ സാധനം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. വിഷയം വേറൊന്നുമല്ല, ഫിറോസ് ഭായും അഖിലും തമ്മിലുള്ള ആ ഒരു സീന് വന്നല്ലോ. ഏത് സീസണിലെ ഏത് കണ്ടസ്റ്റൻസ് ആണ് അടിപൊളി, ഏത് സീസണാണ് അടിപൊളി, ആരാണ് അടിപൊളി എന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ടുള്ള ഒരു പരിപാടി വന്നപ്പോൾ തന്നെ ഞാനതിലൊരു വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും യൂട്യൂബിൽ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അടിയോട് അടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തം പല്ലിനിടയിൽ കുത്തി നാറ്റിക്കുന്ന അവസ്ഥയായി പോകും ഇവിടെ കാര്യങ്ങൾ. ഓക്കെ, അതുകൊണ്ട് ഇതൊരു സീസണിന്റെ പ്രിപ്പറേഷൻ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതൊരു സീസണിന്റെ പ്രിപ്പറേഷൻ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. കാരണം അടുത്ത സീസൺ തുടങ്ങാൻ പോവാണ്. അപ്പം പ്രീവിയസ് കണ്ടസ്റ്റൻസിന്, പ്രീവിയസ് ഈ ഷോയുടെ ഭാഗമായിട്ടുള്ളവർക്ക് കുറച്ചൊരു ഹൈപ്പിലേക്ക് വരാൻ പറ്റിയ ഒരു ടൈമാണ് ഇപ്പോൾ. ഓക്കെ, അപ്പൊ അവരുടെ സ്റ്റോറിയും അവരുടെ ഡിബേറ്റും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പിന്നെ അതൊരു ഗ്രാൻഡ് പ്ലാൻ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതും ഡൗട്ട് ഉണ്ട്. കാരണം അടുത്ത സീസൺ തുടങ്ങാനാവുമ്പോൾ ഇതേ പ്രോഗ്രാമിൽ പങ്കെടുത്ത കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് അവരൊരു സോഷ്യൽ മീഡിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയും ആയിരിക്കാം. അങ്ങനെയും നമുക്ക് ഡൗട്ട് അടിക്കാം. സോ എന്താണെങ്കിലും അഖിൽ മാരാറിന്റെ വെല്ലുവിളി ലൈവ്, അതാണുള്ള വിഷയം. അതിലേക്ക് തന്നെയാണ് പോവാം. ബാക്കിയല്ല ഞാൻ ഈ ലൈവ് ഡിലീറ്റ് ചെയ്യും. അപ്പം ഈ പറയുന്ന സാധനം നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ. എതിർക്കാൻ ആഗ്രഹിക്കുന്നവർ, എന്നെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കാൻ ആഗ്രഹിക്കുന്നവർ, അഖിൽ മാരാർ ഭാഗ്യം കൊണ്ട് ജയിച്ചവനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഭാഗ്യം കൊണ്ട് ജയിച്ച ഒരുവൻ സമൂഹത്തിൽ അധികം സുഖിക്കണ്ട എന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കൂ. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ എന്നെ വലിച്ചു കീറി ഒട്ടിക്കാൻ ശേഷിയുള്ളവരാണെങ്കിൽ നേർക്ക് നേർ സംവദിക്കാൻ ഞാൻ തയ്യാറാണ്. ഏതവനോടും അത് താല്പര്യമുള്ളവരെല്ലാം തന്നെ എന്റെ ഇൻസ്റ്റയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ഈ ലൈവ് ഡിലീറ്റ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വീണ്ടും ഞാൻ പറയുന്നു, ഇതാരെങ്കിലും ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് എത്ര പേര്, 100, 200, 500, 1000, 10,000 ആയിക്കോട്ടെ, അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം അറേഞ്ച് ചെയ്യാം. എന്റെ വക ആയിക്കോട്ടെ. ഉച്ചയ്ക്ക് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് ചോദ്യങ്ങളുമൊക്കെ ചോദിച്ച് നമുക്ക് അടിച്ചു പൊളിച്ച് പിരിയാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, സ്വന്തം യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് സ്വയം ആനന്ദം കണ്ടെത്താതെ എന്നെ വലിച്ചു കീറി ഒട്ടിക്കൂ. സ്വാഗതം, സുസ്വാഗതം. അഖിൽ മാരാർ പ്രൊവോക്ഡ് ആണ്. എനിക്കിതിന്ന് അതാണ് മനസ്സിലായത്. അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസ് സീസൺ, അഖിൽ മാരാർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സീസണിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രൊവോക്ഡ് ആണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട്. അത് അഖിലിന്റെ സ്റ്റോറി കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവുന്ന ഒരു കേസാണ്. അത് അഖിൽ പ്രൊവോക്ഡ് ആയതാണോ അതോ എന്താണെന്നുണ്ടെങ്കിൽ അടുത്ത സീസൺ തുടങ്ങുകയാണ്, എന്റെ വെട്ടിയും മടവും മടങ്ങും. ഇന്നാ പിന്നെ ഇതിനിടയിൽ അങ്ങോട്ട് കണ്ടന്റ് ഇട്ട് കൊടുത്ത് ഇങ്ങോട്ട് കുറച്ച് കണ്ടന്റ് പിടിക്കട്ടെ, കുറച്ച് ലൈം ലൈറ്റിൽ നിൽക്കട്ടെ എന്നുള്ള രീതിക്കുള്ള പരിപാടികൾ എടുക്കുന്നതാണോ എന്നുള്ളതാണ് എന്റെ ഒരു ഡൗട്ട് ഇതിനകത്ത്. എന്താണെങ്കിലും അഖിൽ മാരാറിന്റെ ഈ ഒരു ലൈവിലെ സംസാരം കേട്ടതോടുകൂടി എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അഖിൽ മാരാർ പ്രൊവോക്ഡ് ആണ്. പിന്നെ അഖിൽ ഈ പറഞ്ഞ പോലെ കണ്ടന്റിന് വേണ്ടി നിങ്ങളുടെ എന്താ പറയാ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് നിങ്ങൾ വീഡിയോ ഇടുന്ന യൂട്യൂബേഴ്സ്, അഖിലെ ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റയ്ക്കകത്തും ഒക്കെ ഇരുന്ന് വീഡിയോ ഇടുന്നത് സ്വന്തം വീട്ടിനകത്തും കാറിനകത്തും സ്വന്തം മൊബൈൽ ഫോണിലെ നെറ്റ് ഉപയോഗിച്ചും സ്വന്തം ഫോണൊക്കെ തന്നെയല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യുന്ന പരിപാടി തന്നെയാണ് ബാക്കിയുള്ളവരും ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന പരിപാടി മറ്റേ മൈതാനത്ത് പോയിരുന്നിട്ട് സെന്ററിൽ ചെന്നിരുന്ന് സെന്റർ വിക്കറ്റിൽ ഇരുന്നിട്ട് നാട്ടുകാരെ കാണൂ ഞാൻ അഖിൽ മാരാർ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു എന്നല്ലല്ലോ. നിങ്ങളിവിടെ ഇരുന്ന് മന്ത്രിമാരെ കുറിച്ചും ഇവിടുത്തെ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ വിമർശിക്കുന്നത് ഇതേ യൂട്യൂബിലും ഇതേ ഫേസ്ബുക്കിലും ഇതേ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ തന്നെയാണ്, സോഷ്യൽ മീഡിയ വഴി തന്നെയാണ്. അപ്പൊ നിങ്ങളെ വേറെ ആൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് നിങ്ങളെ ഇതുപോലെ അവരുടെ സോഷ്യൽ മീഡിയ വഴി ക്രിട്ടിസൈസ് ചെയ്യും. അതിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഉത്തരം കൊടുത്തോ? അതിലെന്തിന് ഇത്രത്തോളം പ്രൊവോക്ഡ് ആവേണ്ട ആവശ്യമുള്ളത്? അതിലെന്തിനാണ് മറ്റേ എന്താ പറയാ ധൈര്യമുണ്ടോ, വെല്ലുവിളി, നട്ടല്,
പട്ടി പൂച്ച ഡയലോഗുകളൊക്കെ എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഖിൽ മാരാറിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് വരുന്ന യൂട്യൂബേഴ്സ് ആരെങ്കിലും ഒക്കെ പോകുന്ന എനിക്ക് അറിയില്ല. ആരും പോകാൻ ചാൻസ് ഒന്നും ഞാൻ കാണുന്നില്ല. കാരണം ഒരു രാജാവിന്റെ വെല്ലുവിളിയും ഒരു രാജാവിന്റെ കണ്ടന്റുമായിട്ട് ഒരു സീസൺ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ആ ലൂപ്പിൽ പെട്ടിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ തലേന്റെ മുകളിൽ ഇത്രയും ഭാരം വെച്ച് നടക്കുന്നവരാണ് ഇവിടുത്തെ യൂട്യൂബേഴ്സ്. അതിൽ നിന്ന് പാഠം പഠിച്ച് ഞാൻ പേഴ്സണലി സംസാരിക്കുന്ന സമയത്ത് പലരോടും പറയാറുണ്ട്, ഞാൻ അടുത്ത ലൂപ്പ് എടുത്ത് തലയിൽ വെക്കരുത്. ഓക്കെ, കാരണം ഇതൊരു ബേർഡൻ ആണ്. അടുത്ത ലൂപ്പും ഈ ലൈം ലൈറ്റും ഈ പറഞ്ഞ രീതിയിലുള്ള രായകന്മാർക്ക് എടുത്ത് കൊടുക്കേണ്ട ആവശ്യം എന്താ? ഇവർക്ക് ബേസിക്കലി ബിഗ് ബോസ് ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ക്യാമറയും അതിനകത്തുള്ള ലൈം ലൈറ്റും കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇവർക്ക് കിട്ടാനില്ല. പുറത്തിറങ്ങിയ ഒരു 2-3 മാസം കുറച്ച് ഉദ്ഘാടനവും കുറച്ച് ഈ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും റിയാലിറ്റി ഷോന്റെ ഭാഗമായിട്ടോ ഇല്ലെങ്കിൽ ചിലർക്ക് സിനിമയോ അങ്ങനെ ഓപ്പർച്യൂണിറ്റി, നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വളരെ ലോങ് റണ്ണായിട്ട് എന്തിലും പോകും, സോഷ്യൽ മീഡിയയിലും ആളുകളുടെ മനസ്സിലും മുന്നോട്ട് പോകും. അല്ലാതെ രായാവ് കളിച്ചും മറ്റേ ബാക്കിയുള്ളവരെ വെല്ലുവിളിച്ചും സ്വയം ഞാൻ മെയിൻ ആണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നവരൊന്നും അധിക കാലം ആ പരിപാടിയായിട്ട് മുന്നോട്ട് പോവില്ല. അഖിൽ മാരാര് ഈ ബിഗ് ബോസിന് ഇറങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സ്കീം കണ്ടിട്ടില്ല. ഇപ്പൊ അഖിൽ മാരാർക്ക് ഇങ്ങനെ ഒരു സ്കീം മുന്നോട്ട് വരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തോന്നൽ വന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നു. അതിപ്പോ എനിക്ക് അഖിൽ മാരാറിന്റെ ഇൻസ്റ്റ കണ്ടാ അറിയാം. അതായത് സാധാരണ ഒരു ബിഗ് ബോസിൽ പോകുമ്പോഴാണ് ഒരാളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോ അകത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ഫോളോവേഴ്സിന്റെ ഇടിച്ച് കയറ്റും. കാരണം അഖിൽ മാരാർ ആ സീസണിൽ ഉണ്ടായിരുന്ന അഖിൽ മാരാരുടെ ആ ഒരു പെർഫോമൻസും തന്നെ ഏകദേശം അഖിൽ മാരാറിന് അവിടെ നല്ല ഹൈപ്പ് ക്രിയേറ്റ് ആയിട്ട് ഇൻസ്റ്റയൊക്കെ അടിച്ച് കയറേണ്ടതാണ്. ആ ടൈമിൽ കയറാത്ത ഫോളോവേഴ്സാണ് ഈ അടുത്തെങ്ങാണ്ട് കയറിക്കൂടിയത്. ഓക്കെ, അപ്പൊ അതിനൊക്കെ ഈ പറഞ്ഞ മാതിരി പല ഡൗട്ട്സും വരും. ഇപ്പൊ എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളതൊന്നും അതൊന്നും ചോദിക്കാനും പറയാനൊന്നും ഇല്ല. കാരണം ഒരാളോട് തന്നെ ചോദിച്ചും പറഞ്ഞ ഒരു രാജാവിനെ പൊക്കി പിടിച്ച് നടന്നത് നമുക്കറിയാം. അപ്പൊ ഇനി ഒരാളോട് അതിന്റെ ആവശ്യം എന്താ? അപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഇപ്പൊ ഈ കുറച്ചായിട്ട് അഖിൽ മാരാർക്ക് ലൈം ലൈറ്റും അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എന്താ പറയാ യൂട്യൂബേഴ്സിന്റെ തലയിൽ അങ്ങോട്ട് വെച്ചു കൊടുത്താൽ കയറി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നെ കുറച്ച് 10 കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ആ ഒരു ബിഗ് ബോസ് അടുത്ത സീസൺ തുടങ്ങാൻ നേരത്തെ എൻ്റെ ഒരു ചർച്ച വരും. അങ്ങനെ ചർച്ചകൾ മുന്നോട്ട് നടക്കും. പിന്നെ വേണമെങ്കിൽ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മെല്ലെ ഒരു ചലഞ്ചറായിട്ട് കഴിഞ്ഞ സീസണിൽ ബാക്കിയുള്ളവർ വന്ന പോലെ തന്നെ ഇപ്രാവശ്യം എനിക്കും കയറി പോവാന്നൊക്കെ ആയിരിക്കാം, മേ ബി, പറയാൻ പറ്റില്ല. അപ്പൊ എന്താണെങ്കിലും അഖിൽ മാരാര് ചലഞ്ചിന് വിളിച്ചവർ ആർക്കെങ്കിലും ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ കയറി പോകട്ടെ. പിന്നെ എനിക്കറിയില്ല ആരാണ് അഖിൽ മാരാര് മോശമാണ് അല്ലെങ്കിൽ പൊട്ട പ്ലെയർ ആയിരുന്നു അഖിൽ മാരാർക്ക്, അങ്ങനെയൊന്നും ഒരു മെജോറിറ്റി ആളുകളും പറഞ്ഞിട്ടില്ല. അഖിലിന്റെ സീസൺ കണ്ടവർക്ക് കൃത്യമായിട്ട് ഒരു കാര്യം പറയാം, അഖിലിന് ഒത്ത ഓപ്പണന്റ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അത് ഈവൺ അഖിൽ തന്നെ നമ്മൾ ഇതിനു മുമ്പും അഖിൽ പോണതിന് മുന്നേ സംസാരിച്ചിട്ടുണ്ട്, അഖിൽ വന്നതിന് ശേഷം കുറച്ച് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ട് അപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് അഖിൽ അത് പറഞ്ഞു കളയരുത്. അഖിൽ പറഞ്ഞതൊക്കെ എന്റെ ചെവി തന്നെ നടക്കുന്നുണ്ട്. അപ്പോ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി ഒരു നല്ല പ്ലെയർ അല്ല എന്നിവിടെ ആരും പറയുന്നില്ല. ആ സീസൺ ഫ്ലോപ്പാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതുള്ളത് തന്നെയാണ്. അഖിൽ ഈ പറഞ്ഞ ബിഗ് ബോസ് ഷോ ഒന്നും കണ്ടിട്ടില്ല എന്നാണ് അഖിൽ ക്ലെയിം പറയുന്നത്. അപ്പൊ അത് കണ്ടവര്, ഇത്രയും സീസൺ കണ്ട് അതിന്റെ ഒപ്പീനിയൻ റിവ്യൂ പറയുന്നവര് പറയുകയാണ് അഖിലിനോട് അഖിൽ കൊള്ളാം, സീസൺ മോശമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. അവർ പറയുന്നവരെ നിങ്ങൾ പട്ടി പൂച്ചയാക്കാൻ നിങ്ങളെ ഫ്രണ്ട്സും പോകാൻ പാടില്ല. വിമർശനങ്ങൾ വരും. അഖിൽ വിമർശിക്കുന്നില്ലേ ആളുകളെ? അപ്പൊ അഖിലിനെ വിമർശിക്കാൻ ബാക്കിയുള്ളവർക്ക് ചെയ്തുകൂടാതാണോ? വിമർശനങ്ങൾ വരും. അല്ലാതെ അഖിൽ പറയുന്നത് പോലെ എന്നെ വിമർശിച്ചവരൊക്കെ കൂട്ടം കൂടി വാടേ എന്നിട്ട് എന്നെ തോൽവിയുടെ അഖിലിന് റോട്ടിൽ കൂടി പോണ ഒരു പട്ടീനെ പിടിച്ചിട്ട് ഇത് പൂച്ചയാണെന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിൽ പ്രസന്റ് ചെയ്ത് സംസാരിക്കാനുള്ള കഴിവ് കാണും. പക്ഷെ ചില കാര്യങ്ങളിൽ ഈ പട്ടീനെ പിടിച്ച് പൂച്ചയാക്കണ പരിപാടിയൊന്നും നടക്കില്ല. മനസ്സിലായോ? അത് ചിലപ്പോൾ ഷോ റിലേറ്റഡ് ആയിട്ട് വരും. ചിലപ്പോൾ മെഡിക്കൽ റൂമിൽ കയറിയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ ചിലപ്പോൾ അക്കമിട്ട് നിരത്തി ചിലപ്പോൾ ചിലർ ചോദിക്കും, ചിലപ്പോൾ മിനിസ്റ്റർ കാര്യം ചോദിക്കും. എല്ലാം തുറന്ന് വെട്ടി പുറത്ത് പറയുന്ന അഖിൽ എന്നെ തീർക്കാനും അല്ലെങ്കിൽ എനിക്ക് കപ്പ് കിട്ടാതിരിക്കാനും ഒരു മിനിസ്റ്റർ വരെ ഇൻവോൾവ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയോ? അതൊക്കെ പറയേണ്ടി വരും. അഖിലെ കുറെ കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ യൂട്യൂബേഴ്സിനെ മൊത്തത്തിൽ തോണ്ടി പോകുന്നത് അതിനി ഫ്രണ്ട്സിന്റെ പട്ടി പൂച്ച ഡയലോഗ് കേട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിനോട് പറഞ്ഞു കൊടുക്കണം അഖില് ഞാനും ആ കൂട്ടത്തിലൊരു പട്ടിയും പൂച്ചയും നായയാണെന്നുള്ളത്. ഞാൻ എന്ന് പറയുമ്പോൾ അഖില്. ഓക്കെ, ഞാൻ ഈ പട്ടി പൂച്ച ഡയലോഗ് അടിക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പ്രിയമുള്ളവരെ നമസ്കാരം. അവിടെ ഇവിടെയുമായിട്ട് കിടന്ന് വിമർശിക്കുന്ന ആൾക്കാർക്ക്
പട്ടിയുടെ വില പോലും കൊടുക്കരുത്, അവന്മാരെയൊക്കെ എന്തിനാണ് മൈൻഡ് ചെയ്യാൻ പോകുന്നത്, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവന്മാരെയൊക്കെ കിടന്ന് കാണിക്കുന്നത് എന്നാണ് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകുകയും അർഹിക്കുന്ന അംഗീകാരം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളോട് നേർക്കുനേരെ സംവദിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. നമുക്ക് നേർക്കുനേരെ സംവദിക്കാം. എന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്ത തെറ്റുകളും എന്റെ തെമ്മാടിത്തരങ്ങളും എന്റെ നിലപാടില്ലായ്മകളും എന്റെ കഴിവുകേടും ഒക്കെ തന്നെ വലിച്ചു കയറാനുള്ള അവസരമാണ് ഞാൻ നിങ്ങൾക്ക് ഒരുക്കി തന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഒരാൾ പോലും ചേട്ടാ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അഖിലെ ഞാൻ തയ്യാറാണ്, നിങ്ങൾ ഡേറ്റും തീയതിയും ഫിക്സ് ചെയ്തോളൂ, ഇതാണ് എന്റെ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുമായി സംസാരിച്ച് തീർച്ചയായും ഇത്തരം ഒരു സംവാദത്തിന് നമുക്ക് തയ്യാറാകാമായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു ചങ്കുറപ്പും അല്ലെങ്കിൽ അതിനുള്ള ഒരു നട്ടലിന്റെ ഉറപ്പുമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പണി തുടരാം. പണ്ട് നമ്മുടെ ഒരു ജനടിവിയുടെ ചർച്ചയിൽ സീക്രട്ട് ഏജന്റ് സായിയോട് പറഞ്ഞത്, നിങ്ങൾ അടച്ചിട്ട റൂമിൽ ഒരു മൊബൈൽ എടുത്തു വെച്ച് ഈ ലോകത്തെ മുഴുവൻ വിമർശിച്ച് നന്നാക്കാൻ ശ്രമിച്ചോളൂ, നേരെ മൂത്ത് അഖില് ചെയ്യുന്ന പരിപാടി എന്താ? എനിക്ക് അത്രേ ചോദിക്കുള്ളൂ. ഈ നട്ടല്, ഈ ധൈര്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അഖിൽ ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ പോയിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൗണിന്റെ നടുവ് പോയിരുന്നിട്ട് ഞാൻ അഖിൽ മാരാർ ഞാനിവിടെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വിമർശനം പറയുകയാണോ? ആണോ? അല്ലല്ലോ. അഖിലും സെയിം പരിപാടി തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി വീഡിയോ ഇട്ടിട്ട് ലൈവ് ഇട്ടിട്ട് ഇങ്ങനെ വിമർശനം അല്ലെങ്കിൽ അവനവന്റെ തോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അഖിൽ മാരാറിന്റെ ഫ്രണ്ട്സിനോട് പറയണം, ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ്, അഖിലിനെ വിമർശിക്കുന്ന പട്ടിയും പൂച്ചകളും ഒക്കെ, പൂച്ചല്ല പട്ടികള് റീച്ചിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അങ്ങനെ റീച്ചിന് വേണ്ടിയിട്ടുള്ള പട്ടികളെ പോലെയാണ് ബാക്കിയുള്ളവരെ, നിങ്ങളെ വിമർശിക്കുന്നവരെ നിങ്ങളെ ഫ്രണ്ട്സ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിമർശിക്കുന്നവരും അവരുടെ ഫ്രണ്ട്സും നിങ്ങളെ കാണുന്നത് വേറെ പട്ടിയ നായൊക്കെ ആയിട്ട് തന്നെ ആയിരിക്കും. ഇപ്പൊ ഞാൻ വീഡിയോ ഇടുമ്പോൾ എന്റെ ഫ്രണ്ട്സ് എന്നെ ചിലപ്പോൾ സിംഹവും ആനയൊക്കെ ആയിട്ട് രാജാവായിട്ട് കാണും. പക്ഷെ പുറത്തുള്ളവർ ഏതാ പട്ടി അങ്ങനെ കാണും. അപ്പൊ അതേ പട്ടി നായ ഫീലിംഗ് തന്നെ അഖിൽ മാരാർക്ക് ബാക്കിയുള്ളവരുടെ ഫ്രണ്ട്സും കൊടുക്കും. അത് അഖിൽ മാരാരുടെ ഫ്രണ്ട്സിനോട് പറയണം. പിന്നെ ഈ അഖിൽ മാരാരുടെ എല്ലാ ഫ്രണ്ട്സും എന്നാണ് അഖിൽ പറഞ്ഞത്. എല്ലാ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽപ്പെട്ടവർ അഖിൽ അകത്തുള്ളപ്പോ, ബിഗ് ബോസിന്റെ അകത്തുള്ളപ്പോ ഇതേ റീച്ചിന് വേണ്ടിയിട്ട് വീഡിയോ ഇടുന്ന പട്ടികളുടെ പിന്നാലെ എരന്ന് അതിലും വലിയ പട്ടിയായിട്ട് നടന്നിട്ടുണ്ട്. മനസ്സിലായ? ഏലനക്കിപ്പട്ടീന്റെ ചെറുനക്കിപ്പട്ടിയായിട്ട് നടന്നിട്ടുണ്ട് അഖിലിന്റെ ഫ്രണ്ട്സ്. അതുകൊണ്ട് ആ ഫ്രണ്ട്സിനോട് പോയി പറയണം, പട്ടി ഡയലോഗ് അടിക്കരുത്. മനസ്സിലായില്ലേ? അപ്പോ ആ പട്ടി നായ നട്ടല് സാധനങ്ങളൊക്കെ അതൊക്കെ അവിടെ വെച്ചിരിക്കും. സംഗതി അടുത്ത ഷോ തുടങ്ങാനായി അടുത്ത ആൾ വരും. ഇവിടെ ബിഗ് ബോസിന്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ലാത്തവനെയും പിടിച്ച് രാജാവാക്കും. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ വ്യൂവർഷിപ്പ് അതാണ്. മലയാളി വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു രാജാവ്, ഒരു രാജ്ഞി, അതവർക്ക് വേണം. അത് ഞാൻ അതിന്റെ ക്രിയേറ്റേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയാൽ അവർക്ക് ആവശ്യം അതാണ്. അവരത് പിടിക്കും. അതില്ലെങ്കിൽ സോഷ്യൽ മീഡിയ എങ്ങനെയെങ്കിലും അത് പിടിപ്പിക്കും. ഡിസ്കഷൻ അങ്ങനെ പോവും. പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക, യൂട്യൂബേഴ്സ് പണ്ടത്തെ വീഡിയോ എടുത്ത് കൊണ്ടുവരും. അതിലിപ്പോൾ നിങ്ങൾ പറയുന്നതും പണ്ട് പറഞ്ഞതുള്ള വ്യത്യാസങ്ങൾ ചിലർ പറയും. അതിലൊക്കെ നിങ്ങൾക്ക് എന്ത് ഇത്ര പ്രൊവോക്ഡ് ആവാനുള്ള, നിങ്ങൾക്ക് കാര്യം തുറന്ന് പറഞ്ഞാൽ പോരെ. ഇപ്പം ഞാൻ അതിലൊന്നും ഒരു തെറ്റും പറയില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ അക്കൗണ്ടിനകത്ത് കുറച്ച് റീച്ച് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബോട്ട് അടിച്ച് കയറ്റുന്നവർ കാണും. പക്ഷെ അത് ഞാൻ കയറ്റിയില്ല, ഞാൻ ചെയ്തില്ല, ഞാൻ അങ്ങനെ കാണിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴാണ് അവിടുത്തെ വിഷയം. ചെയ്തു എന്ന് പറഞ്ഞാൽ വല്ല വിഷയമുണ്ടോ? നോ വറീസ്, അത് പറയാം. ഇനി ചിലരെന്ത് ചെയ്യും, ഉദ്ഘാടനത്തിന് പോവില്ല എന്ന് പറയുമ്പോൾ ഉദ്ഘാടനങ്ങൾക്ക് പോവും. അതിനെന്താണ് പ്രശ്നം? അരി മേടിക്കണ്ടേ, ജീവിക്കണ്ടേ? മനസ്സിലായ? പിന്നെ ഇത് ഒരു ഫെയിം കിട്ടി, ഒരു സ്റ്റാർഡം കിട്ടി, ഒരു ഷോ കാരണമാണ് ഇത് കിട്ടിയത്. അത് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കേസാണ്. അത് ചിലപ്പോൾ ആ ഷോനെ കുറിച്ച് അറിയാത്ത ടൈമിൽ ചിലപ്പോൾ നമ്മൾ പറയും, ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ അതൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ പുറത്തിറങ്ങി ചെയ്താൽ എന്താ പ്രശ്നം? ഇതിപ്പോൾ ഞാൻ എവിടെയും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൊട്ടിഘോഷിച്ച അഖിൽമാരാർ പോയിട്ട് ഇങ്ങോട്ട് ഭയങ്കര സംഭവമായിട്ട് ഇതിന് മുമ്പുള്ള രാജാവിൻ്റെ പോലെ മറ്റേ ലൈവൊക്കെ ഇട്ട് സെറ്റപ്പാക്കി കൂക്കി വിളിച്ച് അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ഫ്രാങ്കായിട്ട് പറയുകയാണ്. അഖിലിന് പോകേണ്ട അടുത്ത് പോകുന്നു, അഖിൽ പരിപാടികൾ ചെയ്യുന്നു, അഖിൽ തിരിച്ചു വരുന്നു, അതിൻ്റെ പേയ്മെൻറ്റ് എന്താണെന്നുണ്ടെങ്കിൽ അഖിൽ ചോദിക്കുന്നു, അവർ തരാൻ ഇഷ്ടമുള്ളവർ തരുന്നു. അതിലൊന്നും ഒരു വിഷയമുള്ള കേസേ അല്ല. പക്ഷേ ഇവിടെ വിമർശനങ്ങൾ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, അഖിലിന് ഇപ്പം പ്രൊവോക്ഡ് ആവുന്നുണ്ട്. അഖിൽ ഇത്ര പോലും അഖിലിന്റെ സീസണിൽ പ്രൊവോക്ഡ് ആയിട്ടില്ല, പ്രൊവോക്ക് ആക്കാൻ പറ്റിയിട്ടില്ല ഒപ്പമുള്ള ബാക്കി കണ്ടസ്റ്റൻസിന്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ സീസൺ ഫ്ലോപ്പാന്ന് പറഞ്ഞത്. അഖിലിനെ പ്രൊവോക്ക് ആക്കാൻ ഇവിടെയുള്ള യൂട്യൂബേഴ്സിനെ കൊണ്ട് പറ്റുന്നുണ്ട്. അഖിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ലൈവിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അഖിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നില്ലേ? പലർക്കും ഡിഫറൻസ് തോന്നും അഖിലേ. അതൊരു തെറ്റാണോ?
അഖിൽ ഇപ്പൊ ഈ അടുത്ത് വന്നിട്ട് എങ്ങാണ്ട് ഒരു ലൈസൻസിന്റെ കേസും പറഞ്ഞു. പ്ലസ് അഖിലിന്റെ വണ്ടീന്റെ എന്തോ ഒരു രജിസ്ട്രേഷന് കൊടുത്ത പൈസ കുറെ കാലമായിട്ട് തിരിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞ അഖില് നെക്സ്റ്റ് ഡേ ഇട്ട പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഒക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നന്നായിട്ട് പോകുന്ന മറ്റേ സർക്കാരിനെ ഞാനായിട്ട് വിമർശിക്കുന്നില്ല, ഒപ്പം പോവാണ്. അപ്പൊ ചിലർ വിചാരിക്കുക എന്താ, ഇത്ര കാലം ഈ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഈ സർക്കാരിനെ കുറിച്ചും പറഞ്ഞ അഖിൽ മാരാർ കയ്യിൽ പൈസ കിട്ടിയ സമയത്ത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ ഇതൊക്കെ ചിലർ വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്നവരെ മൊത്തത്തിൽ കൂട്ടത്തോട് വിളിച്ച് അപ്പൊ കാലാകാലം അഖിൽ വീടിന്റെ മുന്നിൽ മറ്റേ സിംഹാസനം ഇട്ടിരുന്നിട്ട് വാടക എന്നെ വിമർശിക്കുന്നവർക്ക് വാടകയെന്ന് പറഞ്ഞിരിക്കുവോ? അതാണോ അഖിലിന്റെ കണ്ടന്റ്? വിമർശനങ്ങൾ വരും. വിമർശനങ്ങൾ വരുമ്പോൾ മറുപടി കൊടുക്കാനാണെങ്കിൽ സ്വന്തം കയ്യിൽ മൊബൈൽ ഫോണും നെറ്റും ലൈവ് ഇടാനുള്ള സെറ്റപ്പും ഇട്ട് വിമർശനം പറയുന്നവർക്ക് റിപ്ലൈ കൊടുക്കണം. കഴിഞ്ഞു, സിമ്പിളാണ്. അല്ലാതെ ആ വിമർശിക്കുന്നവരെ മൊത്തത്തിൽ ഇരുന്നിട്ട് പട്ടി പൂച്ചാന്ന് ഫ്രണ്ട്സ് പറഞ്ഞു, നട്ടല്, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇതൊക്കെ എന്തൊക്കെ എന്താ പറയുക, നിങ്ങൾ എന്തായിരുന്നോ ബിഗ് ബോസിനകത്തോ അല്ലെങ്കിൽ ബിഗ് ബോസ് കഴിഞ്ഞിട്ടോ ബിഗ് ബോസ് മുന്നെയോ നിങ്ങൾ എന്തായിരുന്നോ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം നിങ്ങൾക്ക് വന്നതായിട്ട് ബാക്കി പ്രേക്ഷകർക്ക് തോന്നുകയാണ്. ഇപ്പം ഞാനടക്കമുള്ളവർക്ക് തോന്നുകയാണ്. ഇപ്പം ഞാൻ അഖിലിനോട് എങ്ങനെ സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് അഖിൽ ഷോയ്ക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതും കഴിഞ്ഞു വന്ന എങ്ങനെയാണെന്നുള്ളതും അതിനിടയിൽ നമ്മൾ സംസാരിച്ചത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ എനിക്ക് അഖിലിനെ കൃത്യമായിട്ട് അറിയാം. ഓക്കെ, ആ കുറച്ച് സമയം കൊണ്ടാണെങ്കിലും നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ആവുമ്പോൾ മാറ്റങ്ങൾ ആളുകൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അഖിലെ അത് അവർ ചോദിക്കാനുള്ളവർ ചോദിക്കും. ഇപ്പം എനിക്കിപ്പോൾ ഇത് വന്നിട്ട് പോയി അഖിലിനോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതിലാകെ എനിക്ക് ഇത്രത്തോളം ഞാൻ പ്രൊവോക്ഡ് ആവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ കണ്ടന്റ് ഇടുന്ന വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് പട്ടി പൂച്ച നായ ഡയലോഗ് അടിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അത് കേട്ട് കഴിഞ്ഞാൽ, കാരണം നിങ്ങൾ എങ്ങനെയാണോ വിജയിച്ചത് അതിൽ ഒരു 0.1% എഫേർട്ട് ഇവിടെ നിങ്ങളെ ബാക്കി യൂട്യൂബ് ചാനലുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് സപ്പോർട്ട് ചെയ്യാനും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല നക്കിപ്പട്ടിയുടെ ചെറി നക്കിപ്പട്ടിയായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. മനസ്സിലായോ? അടുപ്പിലൂതിനോന്റെ ആസനത്തിൽ ഊതാൻ വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ പറയും, പച്ചയ്ക്ക് പറയും. അതുകൊണ്ട് എല്ലാ ഫ്രണ്ട്സും അങ്ങനെ അങ്ങോട്ട് വിമർശിക്കുന്നവരെ നായയും പട്ടിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അഖിൽ അതിൽ നിന്ന് കൊടുത്ത് ആ ഡയലോഗ് ലൈവിലൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നും അഖിലിനില്ല. പിന്നെ അഖിലിന്റെ ഇഷ്ടമാണ്, ആളുകൾ അഖിലിനെ അളക്കുന്ന രീതിയിൽ അളന്നോട്ടെ. പക്ഷെ ഇപ്പൊ പ്രൊവോക്ഡ് ആണ് അഖിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിന് അടുത്ത സീസൺ തുടങ്ങാനായി ലൈം ലൈറ്റിൽ നിൽക്കാനായിരിക്കണം. അല്ലെങ്കിൽ അടുത്ത സീസൺ തുടങ്ങുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ്. ദാറ്റ്സ് ഇറ്റ്. ഞാൻ പറയുമ്പോൾ ബാക്കി യൂട്യൂബ് ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോ ചെയ്യുന്നവരോടാണ്, നിങ്ങൾ ഇനിയൊരു ലൂപ്പിൽ പോയി ചാടാതിരിക്കുക. അഖിലിന്റെ വഴിക്ക് പോട്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, അഖിൽ മാരാർ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ആ സീസണിലെ കിടിലൻ കണ്ടസ്റ്റന്റ് ആണ്. ഇനി എൻറ്റയർ ബിഗ് ബോസ് ഷോ എടുത്ത് നോക്കിയാലും ഞാൻ ടോപ്പ് കണ്ടസ്റ്റന്റിൽ നമ്പർ 1 അഖിലിനെ പറയും. ബിക്കോസ് അഖിലിനെ സംസാരിക്കാൻ അറിയാം, നിൽക്കേണ്ടടുത്ത് നിൽക്കാൻ അറിയാം, ആളുകളെ യൂസ് ചെയ്യാൻ അറിയാം, കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാം. ഞാൻ ആ സീസൺ മൊത്തം ജുനൈസിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പോൾ ആ സീസൺ മൊത്തം അഖിൽ കൊണ്ടുപോയി. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അഖിൽ കൊണ്ടുപോയി. ബിക്കോസ് ഒപ്പമുള്ള ഓപ്പണൻസ് അത്ര വീക്കാണ്. അപ്പോൾ ആ സീസൺ ഫ്ലോപ്പാണ്. പിന്നെ നിങ്ങൾക്കത് അടുത്ത കണ്ടസ്റ്റന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അത് ഡിഫെൻഡ് ചെയ്യാം. നോ വരീസ്, നിങ്ങൾ ഡിഫെൻഡ് ചെയ്തു. പക്ഷെ അത് വിചാരിച്ചിട്ട് നിങ്ങൾ ബാക്കി നിങ്ങളെ വിമർശിക്കുന്നവരെ മൊത്തം നിങ്ങളെ ഫ്രണ്ട്സ് പട്ടിയാക്കി എന്ന് പറയുമ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനോട് നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കുക കേട്ടോ. നിങ്ങളെങ്ങനെ രാഷ്ട്രീയക്കാരെ വിമർശിക്കുമ്പോഴും നിങ്ങൾ ഓരോ സമയത്ത് നിങ്ങൾ ബാക്കി പലരെയും വിമർശിച്ച് വീഡിയോ ഇടുമ്പോൾ അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കാണുന്നവരുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങളെയും പട്ടിയായിട്ടടാ, എന്നെയും പട്ടിയായിട്ടടാ കാണുന്നതെന്ന്. പട്ടി പൂച്ചടായാലാകാം.